സാർ ഇപ്പോ പത്മഭൂഷൺ എന്ന് പറയുന്ന ഒരു ബഹുമതി ഏത് പട്ടിക്ക് വേണം, വെറുതെ തന്നാൽ പോലും ഞാൻ വേണ്ട എന്ന് വെക്കും എന്ന് പറഞ്ഞ ഒരാൾക്ക്, അതായത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള വാർത്തയാണ് ഇപ്പോ ഏറ്റവും കൗതുകകരമായിട്ട് നിൽക്കുന്നത്. അത് ഇതേ സമയത്ത് തന്നെ മഹാനായ മമ്മൂട്ടിക്കും കിട്ടി എന്നുള്ളത് അദ്ദേഹത്തെ അപമാനിക്കുന്നത് പോലെയാണോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ സമയത്ത്. എന്തായാലും പത്മഭൂഷൺ ഇത്ര അധികം താഴ്ത്തിക്കെട്ടി പറഞ്ഞിട്ടുള്ള വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയ ഒരു സംഭവത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്ന്, ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനം എന്ന് ഓർക്കുന്നത് തന്നെ ഇതുപോലുള്ള തമാശകൾ കേൾക്കുമ്പോഴാണ്. ഞാൻ അപ്പോഴാണ് ഓർക്കുന്നത്, റിപ്പബ്ലിക് ദിനം വന്നല്ലോ, ഇത്തരം പുരസ്കാരങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ. ഏതായാലും ഇവിടെ നമ്മുടെ മെയിൻ കോണ്ടെക്സ്റ്റ് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയ തന്നെയാണ്. അപ്പൊ പത്മഭൂഷൺ വെള്ളാപ്പള്ളി എന്നിന് പറയേണ്ടി വരും. അങ്ങനെ വിളിക്കുന്നത് വെള്ളാപ്പള്ളിക്ക് ഇഷ്ടമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇനി അങ്ങനെ വിളിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹിയായി ബ്രാൻഡിയും ഉണ്ട്. അതുകൊണ്ട് പത്മഭൂഷൺ വെള്ളാപ്പള്ളി എന്ന് തന്നെ നമുക്ക് വിളിക്കാം. അതായിരിക്കും നല്ലത്. ഇനി ആരാണ് വെള്ളാപ്പള്ളിയോട് ഈ കൊടും ചതി ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം 2025 സെപ്റ്റംബറിൽ നടന്ന ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ പിണറായി വിജയനാണോ ഇത് ചെയ്തത്? അതോ നായാടി മുതൽ നസ്രാണി വരെ എന്ന ക്വിറ്റ് ഇന്ത്യയെ വെല്ലുന്ന മുദ്രാവാക്യമായി ഇറങ്ങിയ വെള്ളാപ്പള്ളിയോട് നന്ദി സൂചകമായി BJP സംസ്ഥാന പ്രസിഡന്റാണോ ഈ ചതി ചെയ്തത്? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്ത് വെള്ളാപ്പള്ളി നൽകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഈ ചതി ചെയ്തത്, ഇതിനെ റെക്കമെൻഡ് ചെയ്ത്? അതോ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബാർ നടത്തുന്നത് പരിഗണിച്ച് എക്സൈസ് വകുപ്പ് മന്ത്രാലയമാണോ ഈ കൊടും ചതിക്ക് റെക്കമെൻഡ് ചെയ്തത്? ആരായാലും ചെയ്തത് തെറ്റ് തന്നെ. കാരണം പത്മഭൂഷൺ വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതാണെന്നും അതൊന്നും ഒരു പട്ടിക്കും വേണ്ട എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും വിശ്വസിച്ചത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളിക്ക് തന്നെ പത്മഭൂഷൺ ലഭിച്ചപ്പോൾ വെള്ളാപ്പള്ളി ഇപ്പൊ ആരായി? പത്മഭൂഷൺ പണം കൊടുത്താണ് വെള്ളാപ്പള്ളി വാങ്ങിയെന്ന് ഇനി ദോഷേകൃത്തുക്കൾ പറഞ്ഞു നടക്കില്ലേ? ഇനി ആ അവാർഡ് സ്വീകരിച്ചു കളയാമെന്ന് വെച്ചാൽ തന്നെ വെള്ളാപ്പള്ളിക്ക് അത് എങ്ങനെ വാങ്ങാൻ കഴിയും? അപ്പോൾ വെള്ളാപ്പള്ളി തന്നെ സ്വയം പട്ടിയായി മാറിപ്പോകില്ലേ? ഒരു സമുന്നതനായ നേതാവിനോട്, പ്രത്യേകിച്ചും കേരള ജനസംഖ്യയുടെ 25% വരുന്ന ഈഴവ സമുദായത്തിന്റെ കാണപ്പെട്ട ദൈവത്തോട് ആരും ഈ ചതി ചെയ്യരുതായിരുന്നു. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ പ്രാഞ്ചിയേട്ടൻ ബോധം കെട്ട് വീഴുന്നത് പത്മശ്രീ കിട്ടിയില്ല എന്നറിഞ്ഞപ്പോഴാണ്. വെള്ളാപ്പള്ളിയുടെ ബോധം പോയത് പത്മഭൂഷൺ കിട്ടി എന്നറിഞ്ഞപ്പോഴാണ്. പത്മ പുരസ്കാരത്തിനുള്ള നോമിനേഷൻ പലതരത്തിലും ആകാം. ഒരാൾക്ക് സ്വയം അപേക്ഷിക്കാം. വെള്ളാപ്പള്ളി എന്തായാലും അങ്ങനെ ചെയ്യില്ല, ഉറപ്പാണ്. ഇനി മറ്റാർക്കെങ്കിലും വെള്ളാപ്പള്ളിക്ക് വേണ്ടി അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അപേക്ഷിക്കാം. എനിക്ക് തോന്നുന്നു SNDPയിൽ വെള്ളാപ്പള്ളിക്കെതിരെയുള്ള ആരെങ്കിലും ഇത് ചെയ്തിരിക്കാം. ഉദാഹരണത്തിന് സേവ് SNDP മൂവ്മെന്റിന്റെ നേതാവും മുൻ SNDP പ്രസിഡന്റുമായ CK വിദ്യാസാഗർ, അദ്ദേഹം ചെയ്തിരിക്കാൻ വഴിയുണ്ട്. കാരണം BJPയുമായുള്ള SNDPയുടെ ബാന്ധവത്തെ വിദ്യാസാഗർ ഗ്രൂപ്പ് ശക്തമായി എതിർത്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയെ ഒരു തൃശങ്കുവിൽ നിർത്താൻ വേണ്ടി വിദ്യാസാഗർ ചെയ്തതായിരിക്കും ഈ ഒരു നോമിനേഷൻ കൊടുത്തത്. ഇനി ഓരോ ഈഴവ കുടുംബത്തിനും ഓരോ സ്വാശ്രയ കോളേജ് എന്ന പദ്ധതി സ്വപ്നം കാണുന്ന വെള്ളാപ്പള്ളിയുടെ ദീർഘവീക്ഷണം കണക്കിലെടുത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവാണ് ഈ ചതി ചെയ്തത്. എക്സൈസ് വകുപ്പാകാനാണ് സാധ്യത എന്ന് പിന്നീട് തോന്നുന്നു. കള്ള് ചെത്തരുത്, കുടിക്കരുത്, വിൽക്കരുത് എന്ന ഗുരു സന്ദേശത്തിൽ ബാർ നടത്തിക്കൂടാ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. മാത്രമല്ല, ബാറിൽ കള്ളല്ലല്ലോ, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമല്ലേ വിൽക്കുന്നത്. എക്സൈസ് മന്ത്രി പാലക്കാട് നിർമ്മിക്കുന്ന കേരളത്തിന്റെ സ്വന്തം മദ്യത്തിന് ഉചിതമായ പേര് നിർദ്ദേശിക്കുവാൻ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കണം. വെള്ളാപ്പള്ളിയുടെ ഈ സ്ഥാനലബ്ധിയുടെ പശ്ചാത്തലത്തിൽ, അതായത് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടിയ ഈ അവസരത്തിൽ വെള്ളാപ്പള്ളി ബ്രാൻഡി എന്ന കേരള നിർമ്മിത വിദേശ മദ്യത്തിന്റെ പേരാകാവുന്നതാണ്. ഇനി മദ്യ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് എക്സൈസ് വകുപ്പിന്റെ ലക്ഷ്യം എന്നതിനാൽ ഏതോ ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ മദ്യത്തിന് ലഹരിയില്ല
ലഹരി ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാചകം കടമെടുത്തുകൊണ്ട് വെള്ളാപ്പള്ളി ബ്രാൻഡി എന്ന് കൊടുത്തിട്ട് താഴെ ലഹരി ഇല്ലാത്തത് എന്ന് അടിക്കുറിപ്പും കൊടുക്കാം. എന്തായാലും തകർന്നടിഞ്ഞ് നായാടി മുതൽ നസ്രാണി വരെ എന്ന മധുര മോഹന സങ്കല്പമാണ്. കാരണം പത്മഭൂഷൺ അവാർഡിനെതിരായി നാളിതുവരെ ഒരു വാക്കും പറയാത്ത ചങ്ങനാശ്ശേരിയിലെ പോപ്പിന് ഒരു പത്മശ്രീ പോലും ആരും കൊടുത്തില്ല. 15% വരുന്ന കേരളത്തിലെ നായന്മാരുടെ പോപ്പാണ് സുകുമാരൻ നായരെന്ന് എന്താ ഇവർക്ക് മനസ്സിലാകാതെ പോയത്? ഇതോടെ നായാടി മുതൽ നസ്രാണി സംഘത്തിനെതിരെ ചങ്ങനാശ്ശേരി പോപ്പും അദ്ദേഹത്തിന്റെ അണികളും NDA സഖ്യത്തിനെതിരെ നീങ്ങും. ചങ്ങനാശ്ശേരി പോപ്പിനെ അവഗണിച്ച BJP സർക്കാരിന് വേണ്ടി വോട്ടിടാൻ സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ പോലും തയ്യാറാകണമെന്നില്ല. അപ്പോൾ ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് പിണറായി വിജയനിലാണ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടില്. ലാവ്ലിൻ അഴിമതിയായാലും കേരയിൽ അഴിമതിയായാലും കരിമണൽ കർത്താവ് കൈക്കൂലി കൊടുത്ത കേസായാലും ബിരിയാണി ചെമ്പിൽ സ്വർണം കരുതിയ കേസായാലും മസാല ബോണ്ട് വിഷയമായാലും അയ്യപ്പന്റെ സ്വർണം കെട്ട കേസിലായാലും എല്ലാവർക്കും ഇഷ്ടം പ്രതിസ്ഥാനത്ത് പിണറായിയെ നിർത്താനാണ്. എന്നാൽ അഴിമതിയുടെ കറയോ സുഗന്ധമോ പുരളാത്തതാണ് പിണറായിയുടെ കൈകൾ ശുദ്ധം. അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി. നാളിതുവരെ ഒരു അഴിമതിയും ചെയ്തിട്ടില്ല, ഒരു അഴിമതിക്കും കൂട്ടു നിന്നിട്ടുമില്ല, ഒരു പുരസ്കാരവും വാങ്ങിയിട്ടില്ല. പുരസ്കാരം നൽകാൻ വീട്ടിന് മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കൊണ്ട് വെള്ളാപ്പള്ളി എത്രയോ നാളായിട്ട് വീടിന് പുറകുവശത്തെ കഥക് വഴിയാണ് പുറത്തിറങ്ങുന്നത്. അത് നമുക്ക് എത്ര പേർക്കറിയാം? ഇനി പൊതു സദസ്സിൽ വെച്ച് സ്റ്റേജിൽ ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ സരിത എന്തോ പറഞ്ഞതിനെ കുറിച്ച് പിണറായി പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളിയുമായി യാത്ര ചെയ്തതിലെ രഹസ്യാത്മകത യാതൊരു രഹസ്യവുമില്ലെന്നാണ് പിണറായി പറയുന്നത്. മാത്രമല്ല അതിനെ വിമർശിച്ച ബിനോയ് വിശ്വത്തെ ബിനോയ് അല്ല പിണറായി എന്ന ഷേക്സ്പിയറിനെ പോലും ചെറുതാക്കി മാറ്റുന്ന 3 വാക്കുകളുടെ എന്തെല്ലാം അർത്ഥമാണ് പിണറായി നൽകിയത്? തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന വലിയ നുണ പറഞ്ഞ ആളാണ് ഉമ്മൻചാണ്ടി. അതുപോലെയല്ല പിണറായി. രഹസ്യം ആരോട് എപ്പോൾ എങ്ങനെ പറയണമെന്ന് പിണറായിക്കറിയാം. കാൾ മാർക്സിന്റെ ദാസ് ക്യാപിറ്റലിൽ അതിനെക്കുറിച്ച് തന്നെ ഒരു പ്രത്യേക അധ്യായമുണ്ട്. മാത്രമല്ല രഹസ്യം ചോർത്താൻ വരുന്ന പത്രക്കാരോട് കടക്ക് പുറത്ത് എന്ന് പറയാനും പിണറായിക്കറിയാം. അപ്പോൾ പിണറായി ആയിരിക്കാം വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഈ നോമിനേഷൻ നടത്തിയത്. അതൊരു രാഷ്ട്രീയ കരുനീക്കമായിരുന്നെന്നും നമ്മൾ അറിയണം. ഒന്ന്, നായന്മാരുടെ പോപ്പിനൊരു പത്മ അവാർഡ് കിട്ടാത്തത് കൊണ്ട് നായന്മാർ BJPക്ക് വോട്ട് ചെയ്യില്ല. 2, വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന പട്ടിക്ക് പോലും വേണ്ടാത്ത പത്മഭൂഷൺ നൽകി വെള്ളാപ്പള്ളി അപമാനിച്ചതിന് BJPക്ക് ഈഴവരുടെ വോട്ടും കിട്ടില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ ബുദ്ധി. ഒരു വെടിക്ക് 2 പക്ഷി. MV ഗോവിന്ദന്റെ ശൈലിയിൽ പറഞ്ഞാൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. ഏതായാലും അവാർഡ് നിരസിക്കാത്ത സ്ഥിതിക്ക് അത് വാങ്ങാനാണ് സാധ്യത. അവാർഡ് വാങ്ങാനായി വെള്ളാപ്പള്ളി ഒരു പട്ടിയെ വിലയ്ക്ക് വാങ്ങി അതിന് പരിശീലനം കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. വളരെ രസകരമായിട്ട് ഒരു വിഷയത്തെ എന്തായാലും ഇത് വെള്ളാപ്പള്ളി കേൾക്കാൻ ഇടയാവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കട്ടെ.